ഹരിയാന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വോട്ടെടുപ്പ് അവസാനിച്ചു. 5 മണിവരെ 61% പേർ വോട്ട് രേഖപ്പെടുത്തി. ഒറ്റഘട്ടമായി നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ 90 മണ്ഡലങ്ങളിലായി 1031 സ്ഥാനാർത്ഥികളാണ് ജനവിധി തേടിയത്. അല്പസമയത്തിനകം ഹരിയാന ജമ്മുകശ്മീർ തെരഞ്ഞെടുപ്പിന്റെ എക്സിറ്റ് പോൾ ഫലങ്ങളും പുറത്തുവരും. ഹരിയാനയിലെ ഫരീദാബാദിൽ നിന്ന് വിനീത വി.ജി ഏറ്റവും പുതിയ വിവരങ്ങളുമായി. വിനീത, ഏറ്റവും പുതിയ പോൾ പെർസെൻറ്റേജ് അത് പുറത്തു വന്നിട്ടുണ്ടോ? ഭേദപ്പെട്ട പോളിംഗ് എന്ന തരത്തിലേക്ക് തന്നെയല്ലേ വിലയിരുത്തൽ? ഇനിയിപ്പോൾ മുന്നണികളുടെ പ്രതീക്ഷകൾ എന്താണ്? ഭരണ തുടർച്ച എന്നതിലേക്ക് BJP, എന്നാൽ ഭരണവിരുദ്ധ വികാരം മുതലെടുക്കാൻ കഴിയുമെന്ന് കോൺഗ്രസ്. ആ തരത്തിലേക്ക് എങ്ങനെയാണ് പ്രതീക്ഷകൾ? തീർച്ചയായും അനുജ, 5 മണിവരെയുള്ള കണക്കാണ് ഇപ്പോൾ നമുക്ക് ലഭ്യമായിരിക്കുന്നത്. 5 മണിവരെ 61% പോളിംഗ് ആണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. മുൻവർഷം, അതായത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഏതാണ്ട് 68% പോളിംഗ് ഉണ്ടായിരുന്നു. അങ്ങനെ നോക്കുമ്പോൾ 1 മണിക്കൂർ കൊണ്ട് അതിന് മുകളിലേക്ക്, മുൻവർഷങ്ങളിലേക്കാൾ മുകളിലേക്ക് പോളിംഗ് നിരക്ക് ഉയരാൻ തന്നെയാണ് സാധ്യത. അവസാന ഘട്ടങ്ങളിലേക്ക് നേതാക്കളടക്കം പ്രചരണത്തിനിറങ്ങിയ പ്രചരണം വളരെയധികം ശക്തമായിരുന്നു ഹരിയാനയിൽ. ആ പ്രചരണത്തിന്റെ ശക്തിയൊക്കെ തന്നെ ഈ പോളിംഗ് ശതമാനത്തിലും ബാധിച്ചിട്ടുണ്ട് എന്ന് വേണം കരുതാൻ. വളരെ മികച്ച ഒരു പോളിംഗ് തന്നെയാണ്, പോളിംഗ് ശതമാനം തന്നെയാണ് ഇതിനോടകം നമുക്ക് അറിയാൻ കഴിയുന്നത്. പോളിംഗ് അവസാനിച്ചിട്ടുണ്ട്. ഉദ്യോഗസ്ഥർ ഇപ്പോഴും ഈ പോളിംഗ് ബൂത്തുകളിലുണ്ട്. അല്പസമയത്തിനകം തന്നെ മറ്റ് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി ഉദ്യോഗസ്ഥർ പുറത്തേക്ക് ഇറങ്ങുമെന്നാണ് അറിയാൻ കഴിയുന്നത്. ഒറ്റഘട്ടമായി 90 മണ്ഡലങ്ങളാണ് ജനവിധി തേടിയത്. 1031 സ്ഥാനാർത്ഥികൾ, 101 വനിതാ സ്ഥാനാർത്ഥികൾ, 400-ലധികം സ്വതന്ത്ര സ്ഥാനാർത്ഥികൾ എന്നിങ്ങനെ ആയിരുന്നു മത്സരം. ഇതിൽ ഏറ്റവും പ്രധാനമായും അനുജ സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു തുടർഭരണ സാധ്യത തന്നെയാണ്, അങ്ങനെ ഒരു പ്രതീക്ഷ തന്നെയാണ് BJP മുന്നോട്ട് വെക്കുന്നത്. അതായത് ഹാട്രിക് വിജയം ഇത്തവണ ഹരിയാനയിൽ ഉണ്ടാകുമെന്ന് BJP നേതാക്കൾ പ്രതീക്ഷിക്കുന്നുണ്ട്. പക്ഷേ ഭരണവിരുദ്ധ വികാരം, കർഷക സമരം, ഈ ജാട്ട് അവരുടെ ഒരു വിഭാഗത്തിൽ നിന്നുള്ള സപ്പോർട്ട്, ഇതെല്ലാം മുൻനിർത്തിക്കൊണ്ട് തിരിച്ചു വരുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് കോൺഗ്രസും ഉണ്ടായത്. ഒപ്പം ഏറ്റവും പ്രധാനമായും പറയേണ്ടത്, ഈ അവസാന ഘട്ടങ്ങളിലേക്കൊക്കെ തന്നെ നമുക്ക് കാണാൻ കഴിയുന്നത് വളരെ ശക്തിയേറിയ ഒരു പ്രചരണമാണ്. ഈ അവസാന ഘട്ടങ്ങളിൽ വോട്ടുറപ്പിക്കാൻ മുതിർന്ന നേതാക്കളടക്കം ഹരിയാനയിൽ ക്യാമ്പ് ചെയ്ത് ആ പ്രചരണങ്ങൾക്ക് നേതൃത്വം നൽകിയ ഒരു കാഴ്ച കൂടി ഉണ്ടായിരുന്നു. പ്രധാനമന്ത്രി നേരിട്ട് ഹരിയാനയിൽ എത്തിയിരുന്നു. റാലികളിൽ അദ്ദേഹം പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ്, ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഉൾപ്പെടെയുള്ള ആളുകളാണ് ഹരിയാനയിൽ തമ്പ് ചെയ്തുകൊണ്ട് ഈ പ്രചരണത്തിനൊക്കെ തന്നെ നേതൃത്വം നൽകിയത്. 2 തവണയാണ് റാലികളിലും മറ്റും പങ്കെടുക്കുന്നതിനായി രാഹുൽ ഗാന്ധി എത്തിയത്. ഒപ്പം തന്നെ 4 ദിവസം നീണ്ടു നിൽക്കുന്ന സംസ്ഥാന പര്യടനം അദ്ദേഹം നടത്തിയിട്ടുണ്ടായിരുന്നു. പ്രിയങ്ക ഗാന്ധി, മല്ലികാർജ്ജുൻ ഖാർഗെ ഇങ്ങനെ കോൺഗ്രസിന്റെ മുതിർന്ന നേതാക്കളൊക്കെ തന്നെ ഹരിയാനയിൽ എത്തിയിട്ടുണ്ടായിരുന്നു. ഇവരുടെയൊക്കെ നേതൃത്വത്തിൽ തന്നെയാണ് പ്രചരണം ഉണ്ടായത്. അതുകൊണ്ട് ഏറ്റവും ശക്തമായ ഒരു പോരാട്ടം നടക്കുന്നത് കോൺഗ്രസും ഒപ്പം BJPയും തമ്മിലാണ്. എങ്കിൽ പോലും ആം ആദ്മിയും ഇത്തവണ ഹരിയാനയിൽ മത്സരിക്കുന്നുണ്ട്. 89 സീറ്റുകളിലാണ് ആം ആദ്മി പാർട്ടി മത്സരിക്കുന്നത്. ആദ്യഘട്ടത്തിൽ കോൺഗ്രസുമായി അലയൻസുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകാമെന്നൊക്കെയാണ് പറഞ്ഞിരുന്നുവെങ്കിലും പിന്നീട് ഒറ്റയ്ക്ക് മത്സരിക്കാമെന്ന തീരുമാനത്തിലേക്ക് എത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ JJPയും ആം ആദ്മിയും ഒക്കെ അവർക്ക് ലഭിക്കുന്ന വോട്ട്, അത് കോൺഗ്രസിനെയും BJPയും സംബന്ധിച്ചിടത്തോളം അവർക്ക് ഏറെ നിർണായകം തന്നെയാണ് അനുജ. അതാണ് ഹരിയാനയിൽ പോളിംഗ് അവസാനിച്ചിരിക്കുന്നു. 61% എന്നതാണ് നിലവിൽ ലഭിക്കുന്ന കണക്ക്. ജമ്മുകശ്മീരിലെയും പോളിംഗ് നേരത്തെ തന്നെ അവസാനിച്ചതാണ്. അതുകൊണ്ട് തന്നെ അല്പസമയത്തിനകം എക്സിറ്റ് പോൾ ഫലങ്ങൾ വരും. 24 മെഗാ പോൾ ഓഫ് പോൾസ് കൃത്യം 6:30.